ഇന്നത്തെ ടോപ്പിക് സ്കെപ്റ്റിസിസം ആണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിങ്ങളോട് വന്ന് പറയുകയാണ്, ഈ ക്രീം അടിപൊളിയാണ്, ഈ ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും, നിങ്ങളുടെ സ്കിൻ കൂടുതൽ ബ്രൈറ്റൻ ആവും, നിങ്ങളുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ, പിമ്പിൾസ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പോകും എന്ന് പറയുന്നു. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അത് ഓർഡർ ചെയ്യുന്നതിനോ യൂസ് ചെയ്യുന്നതിനോ പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഇതിനെന്തെങ്കിലും സയന്റിഫിക് സ്റ്റഡി ഉണ്ടോ? ഇത് എല്ലാ സ്കിന്നിലും എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? വേറൊരു പരസ്യത്തിന് വേണ്ടി മാത്രമാണോ? ശരിക്കും ഇത് ഫലമുള്ളതാണോ? ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ് മുറി, അധ്യാപകൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന്റെ 10% മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നു, 10% യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 90% കൊണ്ട് എന്താണ് പ്രയോജനം? ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്? റീസെന്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് റെഫറൻസിന്റെ ബലത്തിലാണ് ഈ അധ്യാപകൻ ഇത് പറയുന്നത്? ഇങ്ങനെ ഒരു കുട്ടിക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും സ്കെപ്റ്റിസിസം ഉണ്ട്. അതായത് ഒന്നിനെയും നെഗറ്റീവായി ചോദ്യം ചെയ്യുന്നതിനെ അല്ല സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. അതായത് ഒരു കാര്യത്തിന് തെളിവ് കിട്ടുന്നത് വരെ, എവിഡൻസ് കിട്ടുന്നത് വരെ ആ കാര്യത്തെ നിങ്ങൾ സംശയദൃഷ്ടിയിൽ കാണും. വിത്ത് എവിഡൻസ് നമുക്കത് വിശ്വസിക്കാമല്ലോ. സോ സ്കെപ്റ്റിസിസത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സൂപ്പർസിഷൻസ് ഉണ്ട് അല്ലെ. ഒരു കാര്യം പറയാം, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച വഴി മുറിച്ച് കടന്നു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മോശമായിരിക്കുമെന്ന് ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത്? എന്തെങ്കിലും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇതിന്? അതോ തലമുറകളായി കൈമാറി വന്ന ഒരു കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാനത് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് ക്രിട്ടിക്കലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയാണ് സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇതുപോലെ ഒരുപാട് സ്കെപ്റ്റിസിസം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മുടെ ലൈഫിൽ അത്രയൊന്നും ഇല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, ഈ സ്കെപ്റ്റിസിസം ഇല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ വളരെയധികം എളുപ്പമല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു സ്കെപ്റ്റിസിസം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാം വിശ്വസിക്കുന്ന ആളുകൾക്ക് അബദ്ധങ്ങളും നഷ്ടങ്ങളും പറ്റിക്കപ്പെടലുകളും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഒന്നും വിശ്വസിക്കാത്ത ആളുകൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസസ് ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒന്നും വിശ്വസിക്കാത്ത ഒരാളായിരിക്കാനും പാടില്ല, അതുപോലെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാവാനും പാടില്ല. ഇതിന് രണ്ടിലും ഇടയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ബാലൻസിങ് മെന്റാലിറ്റി ആണ് സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. തെളിവ് ലഭിക്കുന്നത് വരെ നമ്മളൊരു കാര്യത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കും. തെളിവ് ലഭിച്ചാൽ മാത്രം അതിനെ നമ്മൾ മനസ്സിലോട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കും. ആ ഒരു ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വിശ്വസിച്ച് അടുത്ത ആക്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാത്തിനും നമുക്കൊരു സമാധാനവും സാവകാശവും ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്പം സമാധാനമൊക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്ന എല്ലാ കാര്യത്തിനും എടുത്തു ചാടിയത് കൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് എടുത്തു വെച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സ്കെപ്റ്റിസിസത്തിന്റെ ഒരു സൈക്കോളജിക്കൽ ഡെഫിനിഷൻ നോക്കാം. സ്കെപ്റ്റിസിസം ഈസ് എ മെത്തേഡ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ വിച്ച് എ പേഴ്സൺ ഡസ് നോട്ട് അക്സെപ്റ്റ് ക്ലെയിംസ് as true without scientific evidence, but evaluates information through reasoning, investigation ആൻഡ് സയന്റിഫിക് എവിഡൻസ്. അപ്പോൾ ഒരു റീസണിങ് ഉണ്ടായിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ സയന്റിഫിക് എവിഡൻസ് ഉണ്ടായിരിക്കണം. ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം പ്രചാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് ഒരേ കാര്യത്തെ പറ്റി മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് കിട്ടും. ഉദാഹരണത്തിന് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ഒരു പ്രത്യേക തരം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 20 കിലോ കുറയ്ക്കാമെന്ന് പറയുന്നു. ഓക്കെ, നാളെ മുതൽ ഈ ജ്യൂസ് കുടിച്ച് ഞാൻ സ്വയം പരീക്ഷിക്കാം, കുറയുമോ എന്ന് നോക്കട്ടെ എന്നല്ല. അതിനു മുമ്പ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ലോജിക്കൽ റീസണിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യരിലും വർക്ക് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് നല്ല ഒരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് ഒരു നെഗറ്റീവ് റിയാക്ഷൻ
ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, അത് എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി മറ്റുള്ള ആളുകൾ ഉപയോഗിച്ചപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുക. എന്നിട്ട് നമുക്കത് വർക്ക് ആവുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി ഒരു സാമ്പിൾ എടുത്ത് എന്നിട്ട് മാത്രം ഇതിലേക്ക് കാര്യമായിട്ട് കടക്കുക. അതായത് അവകാശവാദങ്ങളെ ഉടനടി വിശ്വസിക്കാതെ തെളിവുകൾ നിരത്തി ക്ഷമയോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ച ശേഷം ഒരു കാര്യത്തിലേക്ക് കടക്കാൻ നമ്മളെ എന്ത് സഹായിക്കും? സ്കെപ്റ്റിസിസം ഒരുപാട് സഹായിക്കും. സ്കെപ്റ്റിസിസം എന്തല്ല എന്ന് ചോദിച്ചാൽ, സ്കെപ്റ്റിസിസം സിനിസിസം അല്ല. എന്താണ് സിനിസിസം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അവർക്കുള്ളത് സിനിസിസം ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. കാരണം എന്ത് കണ്ടാലും കുറ്റം പറയാം, നെഗറ്റീവായിട്ട് ചിന്തിക്കുക, അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം കണ്ട് അതിനങ്ങ് സംശയിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് ശരിക്കും ലോജിക്കൽ തിങ്കിങ് ഒന്നുമില്ല. ഈ ചുറ്റിൽ കാണുന്നതെല്ലാം ബാഡാണ്, നല്ലതല്ല, മോശം മനുഷ്യരാണ്, മോശം കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതും ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നതല്ലേ ആ ഒരു നെഗറ്റീവ് തോടന. അതിന് സിനിസിസം എന്നാണ് പറയുന്നത്. ഈ സിനിസിസം നമ്മുടെ ലൈഫിൽ ഒട്ടും നല്ലതല്ല. പക്ഷെ സ്കെപ്റ്റിസിസം ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് ഒന്നും പറ്റാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സിനിസിസം ഉണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായും കഴിയും. അതുകൊണ്ട് തന്നെ ബേസിക്കലി ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് മാറി വന്ന പാഠ്യപദ്ധതികളിലൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ഭാഗമാണ്. നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാനും ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും ആ ഒരു എബിലിറ്റി കൊണ്ടുവരാനും ഇന്നത്തെ സിലബസ് ശരിക്കും പറഞ്ഞാൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഇത് എന്തിനു പഠിക്കുന്നു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ഉപയോഗം, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിന് പിന്നിലുള്ള സയന്റിഫിക് സ്റ്റഡി എന്താണ്, ശാസ്ത്രീയ വശം എന്താണ് എന്നുള്ള ലോജിക് ബേസ്ഡ് തിങ്കിങ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് സ്കെപ്റ്റിസിസം വർക്ക് ആവുന്നത്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലെയിം ഒരു അവകാശവാദം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരാൾ ഒരു ഫാക്ട് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും. ഉദാഹരണത്തിന് ദൈവമുണ്ടോ ദൈവമില്ലയോ എന്നൊരു കോൺവെർസേഷൻ, ഒരു ഡിബേറ്റ് വരുന്നെന്നിരിക്കുക. അപ്പോൾ ഒരു പക്ഷം ഒരു കാര്യത്തെ പിന്തുണയ്ക്കുന്നു, മറുപക്ഷം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യത്തെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എവിഡൻസ് അഥവാ തെളിവ് അന്വേഷിക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് എന്താണ് എവിഡൻസ്? അത് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു എന്തെങ്കിലും തരത്തിലുള്ള ബ്യൂട്ടി എൻഹാൻസിങ് പ്രോഡക്ട്സ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ആവാം. അപ്പോൾ അങ്ങനെ പറയുന്നതിന് എന്താണ് തെളിവ് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നു. ഇനി ചിലപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ തന്നെ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ തന്നെ ജീവിതത്തിൽ അത് ഉപയോഗിച്ച് കാണിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റ് ആവാം, എന്തെങ്കിലും ജ്യൂസ് ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അവരത് ചെയ്ത് കാണിക്കും. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് അത് അവർ തന്നെ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ ഈ വസ്ത്രങ്ങളുടെ സ്റ്റെയിൻ കളയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കാണിക്കും. എന്നിട്ട് അതിലത് അപ്ലൈ ചെയ്ത് ക്ലീൻ ആക്കിയൊക്കെ കാണിക്കും അല്ലെ. സോ അങ്ങനെ അവർ കാണിക്കുമ്പോൾ ആ ഒരു എവിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ നമ്മൾ കാണുന്നതെല്ലാം സത്യമല്ല. നമ്മുടെ തലച്ചോറിന് കുറെ ബയസസ് ഒക്കെ ഉണ്ട്. ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള ഇംപ്രഷൻ പെട്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു തോട്ട് നമ്മുടെ ബ്രെയിനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു തെളിവ് കാണിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ആ തെളിവിന്റെ സാധുത പരിശോധിക്കുക. ഈ തെളിവ് എത്രമാത്രം ഒറിജിനൽ ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം കാണിച്ചു തന്നു, ഓക്കെ ഇത് വർക്ക് ആവും എന്ന് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ വലിയൊരു അബദ്ധത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു എവിഡൻസ് കിട്ടുകയാണെങ്കിലും ആ എവിഡൻസിന്റെ ബേസിസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പ് ഓൾട്ടർനേറ്റീവ് എക്സാമ്പിൾസ് പരിശോധിക്കുക. അതായത് ഒരേ ഉപയോഗത്തിന് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ കാര്യത്തിന് പല സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതിനാണ് കൂടുതലായിട്ടൊരു സയന്റിഫിക് ബേസിസ് ഉള്ളത്, ഏതിനാണ് ഒരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് തരാൻ നമുക്ക് പറ്റുക, ഏതാണ് കൂടുതൽ നല്ലതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് വേറൊരു സൊല്യൂഷനും കേട്ടിട്ടേ ഇല്ല, സോ ഫസ്റ്റ് ടൈം ഇത് ആണ് എൻ്റെ മുമ്പിൽ വരുന്നത്, സോ ഇത് ഞാനങ്ങ് ജീവിതത്തിലേക്ക് ഉപയോഗിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ അത് എടുക്കരുത്. നമുക്കറിയില്ല എന്ന് വെച്ച് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല എന്നുള്ള അതിനർത്ഥം. നമുക്ക് എപ്പോഴും നമ്മുടെ അറിവുകൾ വളരെ പരിമിതമാണ്. സോ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും വിചാരിക്കും ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ ഉണ്ടായിരിക്കും. നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മെന്റൽ
ഫ്ലെക്സിബിലിറ്റി, അതായത് ഒരു കാര്യത്തിന്റെ എവിഡൻസ് മാറ്റിയാലോ അതിലെന്തെങ്കിലും ഒരു അപ്ഗ്രേഡിങ് വന്നാലോ അത് നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു അക്സെപ്റ്റൻസ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നു, അപ്പോൾ ഉള്ള തെളിവുകളുടെ ബേസിസിൽ നമുക്കത് ഓക്കെ അല്ല, പക്ഷെ ഭാവിയിൽ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ, വിപണിയിൽ ലഭ്യമാകുന്ന ഫോണുകൾ, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ഫോൺ നമുക്ക് ഫസ്റ്റ് അത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ ഭാവിയിൽ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ അവർ ഇറക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ബെറ്റർ ആയിരിക്കാം. അപ്പോൾ ഒരു അപ്ഗ്രേഡിങ് വരുമ്പോൾ അല്ലെങ്കിൽ നാളെ മറ്റ് തെളിവുകൾ വരുമ്പോൾ ഒന്നുകൂടി ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഉള്ള ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ എന്ത് ചെയ്തെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി സ്കെപ്റ്റിസിസത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് സയന്റിഫിക് സ്റ്റഡീസ് നോക്കിയാലോ. പ്രശസ്ത ശാസ്ത്രജ്ഞനായ കോൾ സാഗൻ പറഞ്ഞ ഒരു ആശയത്തെ പറ്റി നോക്കാം. അദ്ദേഹം പറഞ്ഞത് അസാധാരണമായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള എവിഡൻസ് വേണമെന്നാണ്. അതായത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഒരാൾ പറയുകയാണ്, അതിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്, ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള എവിഡൻസ് തന്ന് നമ്മളെ പറ്റിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. മറിച്ച് അവർ പറയുന്നത് കുറച്ച് അസാധാരണമാണ് എന്നുണ്ടെങ്കിൽ ഒരു അസാധാരണമായ എവിഡൻസിന്റെ ബേസിസിൽ മാത്രം വേണം നമ്മൾ അതിനെ വിശ്വസിക്കാൻ. ദാറ്റ് മീൻസ് ആ ഒരു ലെവൽ ഓഫ് തെളിവുകൾ നമുക്ക് കിട്ടണം. അല്ലാതെ വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണിക്കുമ്പോൾ അത് കണ്ട് വിശ്വസിച്ച് ഒരു അബദ്ധത്തിലേക്ക് പോയി ചാടാൻ പാടില്ല. ഒരാൾ പറയുകയാണ് എനിക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യും, അതിന് എങ്ങനെയാണ് കഴിയുക. ഇയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓർ ഇയാളുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇയാളുടെ ഒരു അനലൈസിങ് മെന്റാലിറ്റി എന്താണെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇനി ഇയാൾ നിരത്തുന്ന തെളിവുകൾ ഇയാൾ എത്ര തവണ പ്രഡിക്റ്റ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ശരിയായി, എത്രയൊക്കെ തെറ്റിപ്പോയതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഭാവിയിൽ ഇയാൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളും കൊണ്ടുവന്നാൽ അതിനെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ചോദിക്കും, നമ്മൾ എന്തിനാണ് ഈ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്താനും ചിന്തിക്കാനും പോകുന്നതെന്ന്. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വിലയിരുത്താനും ചിന്തിക്കാനും ക്രിട്ടിക്കലായിട്ട് ഒരു ലോജിക്കൽ റീസണിങ്ങും തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്യാനൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോഴാണ് പതുക്കെ നമ്മൾക്ക് ഈ ടോക്സിക് ആയി പോകുന്നത്. ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധുജനങ്ങളും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ ഇത്രയും ടോക്സിക് ആയി പോയതും CCTVs ആയിട്ടും സ്വയം മാറിയതൊക്കെ എന്താണെന്ന് അറിയാമോ? കാരണം അവർക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല, കാര്യങ്ങളും കാരണങ്ങളും അവസരങ്ങളും ഇല്ലാതിരുന്നപ്പോൾ ഇവരിങ്ങനെ ഇരുന്നിരുന്ന് മുരടിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആരെങ്കിലും കുറ്റം പറഞ്ഞ് സമാധാനിക്കുക, അതിനെപ്പറ്റി കുറ്റങ്ങളെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കുഴപ്പത്തിലാണോ ഉള്ളതെന്നൊക്കെ ചിന്തിക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന ഒരു ഇരുമ്പും തുരുമ്പെടുത്ത് പോകുമെന്ന് പറയുന്ന പോലെ എന്ത് സാധനം, ഒരു വഴി ആരും നടക്കുന്നില്ലെങ്കിൽ അത് പതിയെ പുല്ലൊക്കെ കയറി ഒരു വഴിയേ അല്ലാതാകും. അപ്പം അതുകൊണ്ട് ലോജിക്കലായിട്ട് നമ്മൾ ചുറ്റുമുള്ള നമ്മൾ ജീവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. മറ്റുള്ള ആളുകൾ കൊണ്ടുവരുന്ന അവകാശവാദങ്ങളും അതിൻ്റെ ലോജിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് സേഫായിട്ടൊരു സോഷ്യൽ ആനിമലായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. 1748 തത്വചിന്തകൻ അഥവാ ഫിലോസഫർ ആയിട്ടുള്ള ഡേവിഡ് ഹ്യൂമ് ഈ സ്കെപ്റ്റിസിസത്തിനെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു സംഭവത്തെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിനെ വിശദീകരിക്കുന്ന മറ്റ് സാധാരണ കാര്യങ്ങളെ പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണത്തിന്, ഒരു രോഗി പ്രാർത്ഥിച്ചതിന് ശേഷം സുഖപ്പെട്ടു. അപ്പോൾ ഒരു സ്കെപ്റ്റിക് എങ്ങനെ അത് ചോദിക്കും, എങ്ങനെ അതിനെ ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ, ആ ആളുടെ അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെട്ടത് കറക്റ്റ് ആയിരുന്നു, രോഗനിർണയം ശരിയായിരുന്നു, ശരിക്കും ആൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. രണ്ടാമത്തത്, ഇത് എന്തെങ്കിലും മരുന്നിന്റെ ബേസിസിൽ കുറഞ്ഞതാണോ, ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ അന്വേഷിക്കും. ഒരുപാട് രോഗങ്ങൾ സാധാരണമായിട്ടും സ്വാഭാവികമായിട്ടും മാറും, അങ്ങനെ മാറിയതാണോ എന്നതിനെ പറ്റിയിട്ടും നമ്മൾ ചിന്തിക്കും. അതായത് അത്ഭുതകരമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതായത് ഒരു അസുഖം ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം ആണ്, ആ അസുഖം കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടാവണമല്ലോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ആ ആൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം അയാൾക്ക്. ഇനി ഈ അസുഖം സാധാരണമായിട്ട് ഭേദമാവാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ജീവിത രീതിയോ മരുന്നുകളോ കൊണ്ടോ മാറുന്നതാണോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഒരു വ്യക്തി മരുന്നുകളും ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആ ഒരു സമയം കുറഞ്ഞതാണോ, അതോ യാതൊരു കാര്യമില്ല, ഡയഗ്നോസും ചെയ്യപ്പെട്ടിട്ടില്ല, മരുന്നുകളും കഴിച്ചിട്ടില്ല, മറ്റു തരത്തിലുള്ള യാതൊരു ജീവിത രീതി മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, പക്ഷെ
അസുഖം പ്രാഥമികമായി ചിന്തിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് തന്നെ ഈ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. കാരണം സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനൊരു അടിത്തറ അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ, അല്ലേ? ഇത് നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും? ഒബ്സർവേഷൻസ്, ക്വസ്റ്റനിങ്, ഹൈപ്പോത്തിസിസ്, എക്സ്പെരിമെന്റ്, എവിഡൻസ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്പ് കടന്ന് മാത്രമാണ് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത്. അല്ലാതെ ഒരാളൊരു കാര്യം ക്ലെയിം ചെയ്യുമ്പോൾ ഓക്കെ അങ്ങനെയാണ് വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ദൈവം സഹായിച്ചു ഒരു ബ്രെയിനും ധാരാളം ബുദ്ധിയും തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ ഉപയോഗിക്കാൻ പഠിക്കുക. ലോജിക്കൽ റീസണിങ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഭാഗം അവിടെ അപ്പോയിന്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ സമയമെടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യം, ഒരാൾ നിങ്ങളോട് ലവ് ബോംബിങ് ചെയ്യാണ്. ലവ് ബോംബിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് ഒരുപാട് വാലിഡേഷൻ കിട്ടുന്നു, നിങ്ങൾ അതുവരെ ആരും കാണാതെ നിങ്ങളെ സീൻ ചെയ്യപ്പെട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമൊക്കെ വാരി കൊടുത്തുമ്പോൾ ഓക്കെ ദിസ് ഈസ് മൈ റൈറ്റ് പേഴ്സൺ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്നൊക്കെ വിചാരിച്ച് അതിലേക്ക് പോയി ചാടാതെ സമാധാനമായിട്ട് ചിന്തിച്ച് അന്വേഷിച്ച് എവിഡൻസ് നോക്കി എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് സമയമെടുത്ത ഒരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഗുണപാഠം. നമ്മുടെ ബ്രെയിനിന് ഒരു കൺഫർമേഷൻ ബയസ് ഉണ്ട്. അതായത് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അതല്ലാത്ത ഒരു കാര്യത്തെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്ന് ഇരിക്കട്ടെ, ആ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയെ പറ്റിയിട്ട് മറ്റ് ചില വിവരങ്ങൾ നമ്മൾ അറിയാൻ ഇടപെടുകയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ വ്യക്തി ഏറ്റവും നല്ലവനിൽ നല്ലവനാണ്, അല്ലെങ്കിൽ നല്ലവളിൽ നല്ലവളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ക്രിട്ടിക്കലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ ഓക്കെ നമ്മളതിനെ എടുക്കും. ഇനി എന്തെങ്കിലും ക്രിറ്റിസിസംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പാടെ കണ്ടില്ലെന്ന് നടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് ശരിക്കും നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ ബ്രെയിനിൽ തന്നെ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ കൺഫേമിംഗ് ബയസ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോതിരം ധരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രത്നക്കല്ല് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യം വരും എന്ന് ഒരാൾ പറയുന്നു. ഇത് കേട്ട ആൾ പോയിട്ട് ഈ പറയുന്ന മോതിരമോ രത്നക്കല്ലോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് ധരിക്കുന്നു. ഇത് ധരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്കുണ്ടായ നല്ല അനുഭവങ്ങളെ മാത്രം ഇയാൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. മോശം അനുഭവങ്ങളെ ഇയാൾ അങ്ങ് നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇയാൾ മനസ്സിൽ എന്താ വിശ്വസിക്കുന്നത്, ഞാൻ ഇത് ധരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലതെല്ലാം വന്നത്. പക്ഷെ അതിനിടയ്ക്ക് വന്ന മോശം അനുഭവങ്ങളെയൊന്നും ഇയാൾ മുഖവിലേക്ക് എടുത്തിട്ടേ ഇല്ല, അല്ലേ? എങ്കിൽ പിന്നെ എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള രത്നങ്ങളോ നല്ല പ്രത്യേക തരത്തിലുള്ള മോതിരങ്ങളോ വാങ്ങിച്ച് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ലോകം എത്ര നല്ല സമാധാനത്തിലും അഭിവൃദ്ധിയിലും ഒക്കെ പോകും. നമ്മളിപ്പോൾ വിഷമിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിലുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ സഹായിക്കാനുള്ള വലിയ സാഹചര്യം നമുക്കില്ലെങ്കിലും നമുക്ക് ചെറിയൊരു മോതിരമോ ചായ കൊടുത്ത് അയാളെ ഭാഗ്യവാനോ ഭാഗ്യവതിയാക്കാനോ നമുക്ക് പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് സ്കെപ്റ്റിസിസം. നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഡാനിയൽ കാൻമാൻ നമ്മുടെ മനുഷ്യചിന്തയെ 2 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഇങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിന്തിക്കും, വേഗത്തിലുള്ള ചിന്ത, പെട്ടെന്ന് തിരഞ്ഞെടുക്കും, പെട്ടെന്ന് വിശ്വസിക്കും, വളരെ സഡനായിട്ടൊരു തീരുമാനം എടുക്കും. അതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇനി സെക്കൻഡ് കാറ്റഗറി വളരെ മന്ദഗതിയിലുള്ള ചിന്തയാണ്. ബാക്കിയുള്ളവർ ചോദിക്കും ഇത്രയൊക്കെ ചിന്തിക്കാനുണ്ടോ? അത്രയൊക്കെ ചിന്തിക്കാനുണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സോ വളരെ സ്ലോ ആയിട്ട് ചിന്തിക്കുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നു, എന്നിട്ട് സമാധാനത്തിൽ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന ചിന്താരീതിയാണ്? കാറ്റഗറി 1 ആണോ കാറ്റഗറി 2 ആണോ? കാറ്റഗറി 2 ആണ്. ഇനി ഈ കാറ്റഗറി 2 ഉള്ള ആൾക്കാർക്കാണ് ജീവിതത്തിൽ പ്രോഗ്രഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കാറ്റഗറി 1 വെച്ചുകൊണ്ടിരുന്നവരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കെപ്റ്റിസിസം എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നത്?
അതായത് നിങ്ങൾക്ക് ഒരു കോൾ വരുന്നു, എന്നിട്ട് ആ കോൾ വിളിച്ച ആൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, KYC ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ വിശദ വിവരങ്ങൾ തരിക, നമ്മുടെ ID കാർഡും അതിൻ്റെ നമ്പറും അതിൻ്റെ ബാങ്കിലെ മൊബൈൽ ആപ്പിൻ്റെ പാസ്വേഡും മറ്റു വിവരങ്ങളും ഒക്കെ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം നമ്മൾ KYC ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പറയുന്നത് കറക്റ്റാണ്. ചിലപ്പോൾ നമ്മുടെ പേരും പറയുമായിരിക്കും, നമുക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്നും പറയുമായിരിക്കും. എന്നിട്ട് ബാക്കി ഇപ്പോൾ നമുക്ക് ആദ്യം അയാൾ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി, അതിനുശേഷം അയാൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സ്കെപ്റ്റിസിസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് വിശ്വസിച്ച് അതെല്ലാം പറഞ്ഞു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു പണിയും കിട്ടി വിഷമിച്ചുകൊണ്ടിരിക്കും. ഈ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തമാശ ആണെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാവുള്ളൂ അതിൻ്റെ വിഷമം. പക്ഷേ സ്കെപ്റ്റിസിസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഫേക്ക് ഇൻഫർമേഷൻസ്, സ്കാം, മിസ്ഇൻഫർമേഷൻ എന്നിവയൊക്കെ നമ്മളെ മൈൻഡ് ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യും. എന്തിന് ഒരാൾ ഒരു പേഴ്സണൽ മൊബൈൽ നമ്പറിൽ നിന്നിട്ട് എന്നെ വിളിക്കുന്നു, എന്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചില്ല, എന്തിന് എന്നെ വിളിച്ച് ഇതൊക്കെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള നമ്മൾ തിരിച്ച് മറിച്ചും ചോദിക്കണം. ഈ ഏതെങ്കിലും ബാങ്ക് പാസ്വേഡോ OTP നമ്മളോട് ചോദിക്കില്ല. പിന്നെ എന്തിന് ഈ ആൾ ചോദിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യണം. ആ സ്കെപ്റ്റിസിസം നമ്മളുണ്ടെങ്കിൽ നമുക്ക് സ്കാം വരാതെ, നമ്മളെ ആരും പറ്റിക്കാതെ, നമ്മുടെ കയ്യിൽ ആകെയുള്ള കാര്യങ്ങൾ കൂടെ എടുത്തുകൊണ്ട് പോകാതെയൊക്കെ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്തൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, കൂടുതൽ ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ വളരെയധികം പാടാണ്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ഒരു സ്കില്ലാണ്. നിങ്ങൾക്കൊരു സ്കെപ്റ്റിസിസം മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. സോ ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ലോജിക്കലായിട്ട് ചിന്തിച്ചു, അതായത് സിനിസിസം അല്ല മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നെഗറ്റിവിറ്റി അല്ല. നമുക്കിവിടെ നെഗറ്റിവിറ്റിക്ക് പ്രസക്തിയില്ല, നമ്മൾ പോസിറ്റിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്തു, എവിഡൻസ് നോക്കുന്നു, സമാധാനത്തിൽ വളരെ സമയമെടുത്ത് മന്ദഗതിയിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ അത്യാവശ്യം ശരിയായിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സ്കെപ്റ്റിക് ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. ഇതിന് തെളിവ് എന്താണ്? ഈ വിവരം എവിടെ നിന്ന് കിട്ടി? ഇതിന് പിന്നിൽ എന്തെങ്കിലും സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ടോ? ഇതിന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ മറ്റൊരു എക്സ്പ്ലനേഷനോ ഉണ്ടായിരിക്കും. ഇനി എനിക്കിപ്പോൾ ഇത് വിശ്വാസം തോന്നി ഞാനിത് ഉപയോഗിച്ചാൽ നാളെ ഇതല്ല എന്ന് കണ്ടാൽ എനിക്ക് അതിലോട്ട് മാറാൻ എളുപ്പമാണോ, അല്ലെങ്കിൽ ഇത് എന്നിൽ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് എല്ലാത്തിനെയും സംശയിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നല്ല. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് സത്യം അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ ലോജിക്കൽ തിങ്കിങ്ങിനെയും റീസണിങ്ങിനെയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും സ്കാമിൽ നിന്നും മിസ്ഇൻഫർമേഷനിൽ നിന്നും നമ്മളെ തന്നെ സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ് സ്കെപ്റ്റിസിസം. ചോദ്യം ചോദിക്കാനുള്ള ധൈര്യത്തിൽ നിന്ന് മാത്രമേ സ്കെപ്റ്റിസിസം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സ്കെപ്റ്റിക് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ നമുക്കുള്ള എല്ലാ അപ്രോച്ചും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത സമയത്ത് നമുക്ക് ഡെവലപ്ഡ് ആയതാണ്. നമ്മുടെ സറൗണ്ടിങ് എക്സ്പീരിയൻസസും എൻവയോൺമെൻറ്റും കാരണം ഡെവലപ്ഡ് ആയതാണ്. നമ്മൾ ശരിക്കും ഒരു കുഞ്ഞായിട്ട് ജനിച്ച് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് യാതൊന്നും അറിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സവിശേഷത? നമുക്ക് സാഹചര്യങ്ങൾക്കും കാലത്തിനും നമുക്ക് കിട്ടുന്ന അറിവുകൾക്കും ഒക്കെ അനുസരിച്ച് നമ്മുടെ തലച്ചോറിന് മാറാനുള്ളൊരു കഴിവുണ്ട്, മാറി ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കെപ്റ്റിക്കായി ചിന്തിക്കണം, കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം, അതിനുള്ള ധൈര്യം ഉണ്ടാവണം. നിങ്ങൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സിനെയോ നിങ്ങളുടെ ഫുഡിനെയോ നിങ്ങളുടെ ശരീരത്തെയോ ജഡ്ജ് ചെയ്യുകയോ ബോഡി ഷേമിങ് നടത്തുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കാനുള്ള പവർ നിങ്ങൾക്ക് എന്നുണ്ടാവോ അന്നോട്ട് മറ്റേ ആൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്ന് കുറയ്ക്കുകയും ചെയ്യും, നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടുകയും ചെയ്യും. സോ സ്കെപ്റ്റിസിസം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവുന്നതല്ല. നമ്മൾ എവിഡൻസിൻ്റെ ബേസിസിൽ, നമ്മുടെ ബുദ്ധിയുടെ വെളിച്ചത്തിൽ, ലോജിക്കിൻ്റെ ബേസിസിൽ നമ്മൾ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. നമുക്ക് ആ കാര്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.